നമസ്കാരം. ദ പ്രസിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 3 പത്രങ്ങളാണ് ഇന്ന് വിശകലനത്തിനായി എടുത്തിരിക്കുന്നത്. സിറാജ്, മാതൃഭൂമി, ഗൾഫ് മാധ്യമം എന്നീ പത്രങ്ങളാണ് 3 പത്രങ്ങൾ. ഇന്നലെ ഒരുപാട് വാർത്തകൾ ഉണ്ടായിട്ടുണ്ട്. വെനിസ്വേലയുടെ നിന്ന് പുറപ്പെട്ട ഒരു കപ്പൽ റഷ്യയുടെ കൊടിയേന്തിയിട്ടുള്ള ഒരു ഓയിൽ ടാങ്കർ അമേരിക്ക പിടിച്ചെടുത്തത് ഉൾപ്പെടെയുള്ള വാർത്തകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ശബരിമല സ്വർണ്ണ പാളി കേസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യൽ ഇന്നലെ ഉണ്ടായിരുന്നു. അതുപോലെ എ കെ ബാലൻ്റെ വിവാദ പ്രസ്താവന തുടങ്ങി നിരവധി വാർത്തകളുണ്ട്. ഇതെല്ലാം തന്നെ ഡൽഹിയിലെ തുർക്കുമാൻ ഗേറ്റിൽ നടന്ന ബുൾഡോസർ രാജ് കെട്ടിടങ്ങൾ JCB ഉപയോഗിച്ചുകൊണ്ട് ഇടിച്ചു നിരത്തിയതെല്ലാം ഉൾപ്പെടെയുള്ള വാർത്തകളുണ്ടായിരുന്നു. ആഷസിലെ അവസാന ടെസ്റ്റിൻ്റെ 4-ാം ദിനമായിരുന്നു ഇന്നലെ. ഇന്ന് കളി അവസാനിച്ചിരിക്കുന്നു. അങ്ങനെ ഒരുപാട് വാർത്തകൾ ഉണ്ടായിരുന്നു. ആ വാർത്തകളെല്ലാം സമഗ്രമായി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പത്രങ്ങൾ ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. ആ പത്രങ്ങളുടെ ഓരോ വാർത്തകളും നമുക്ക് എടുത്തു നോക്കാം. പല പത്രങ്ങളിലും പലതരത്തിലുള്ള വാർത്തകളാണ് പ്രധാനമായും തലക്കെട്ടായി ഒന്നാം തലക്കെട്ടായി ഇടം പിടിച്ചിരിക്കുന്നത്. അതിൽ മാധ്യമത്തിലും സിറാജിലും ഡൽഹിയിലെ ബുൾഡോസർ രാജ് തന്നെയാണ്, ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ നടപടി തന്നെയാണ് വാർത്തയായിരിക്കുന്നത്. തുർക്കുമാൻ ഗേറ്റിൽ ബുൾഡോസർ രാജ് എന്ന മാധ്യമവും ഡൽഹിയിൽ ബുൾഡോസർ രാജ് എന്ന സിറാജും തലക്കെട്ടോടുകൂടി ആ വാർത്ത നൽകിയിരിക്കുന്നു. തുർക്കുമാൻ ഗേറ്റിന് സമീപത്തുള്ള സയ്യദ് ഫൈസ ഇലാഹി മസ്ജിദിൻ്റെയും ഖബറിസ്ഥാനെയും സമീപമുള്ള ഭൂമിയിലെ കെട്ടിടങ്ങളാണ് കയ്യേറ്റമാണെന്ന് ആരോപിച്ചുകൊണ്ട് ഇടിച്ച് കളഞ്ഞത്. പുലർച്ചെ 4 മണിയോടുകൂടി 3:30-4 മണി ആ സമയത്താണ് ബുൾഡോസറുമായി എത്തി ഇടിച്ചു നിരത്തിയത്. ആ സമയത്ത് ജനങ്ങൾ തടിച്ചുകൂടുകയും പോലീസുകാർക്കെതിരെ വൻ സന്നാഹത്തോടു കൂടിയാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഉദ്യോഗസ്ഥർ ഇതെല്ലാം പൊളിച്ചു നീക്കാൻ എത്തിയത്. ഒരു കമ്മ്യൂണിറ്റി ഹാൾ അടക്കമുള്ളവയാണ് പൊളിച്ചു മാറ്റിയത്. ഇവിടെ ജനങ്ങളുടെ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു. ജനങ്ങൾ പ്രതിഷേധിക്കുകയും അതിൽ പോലീസ് ഗ്രനേഡ്, റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ച് ഫയർ ചെയ്യുകയും അതുപോലെ തന്നെ ടിയർ ഗ്യാസ് പൊട്ടിക്കുകയെല്ലാം ചെയ്തു. അവിടെ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പോലീസിൻ്റെ കല്ലേറിൽ 5 പോലീസുകാർക്കും പരിക്ക് ഏൽക്കുകയുണ്ടായി. പോലീസ് കാവലിലായിരുന്നു ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഇടിച്ചു നിരത്തൽ. രാത്രിയും കഴിഞ്ഞിരുന്നില്ല. അത് എല്ലാം ഇടിച്ച് നിരത്തി അതിൻ്റെ അവശിഷ്ടങ്ങൾ നിരത്തുകയായിരുന്നു രാത്രി വരെയും നിരവധി JCBകൾ കൊണ്ടുവന്നുകൊണ്ട് ചെയ്തിരുന്നത്. ഇത്തരത്തിലൊരു ബുൾഡോസർ രാജ് എന്തുകൊണ്ട് രാത്രിയിൽ നടത്തുന്നു എന്ന ചോദ്യമാണ് ബാക്കിയാവുന്നത്. അതുപോലെ തന്നെ എന്തുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റിയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ബുൾഡോസർ രാജ് നടക്കുന്നു എന്ന ചോദ്യവും പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്നു. നിരവധി ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കെട്ടിടങ്ങൾ അനധികൃത നിർമ്മാണം എന്ന കണ്ടെത്തിയ ആ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റിയത്. പക്ഷേ പൊളിച്ചു മാറ്റുമ്പോഴും അതൊരു രാത്രിയിൽ എന്തിനു നടത്തുന്നു എന്ന ചോദ്യം കോൺഗ്രസ് അടക്കമുള്ളവർ ഉന്നയിക്കുന്നു. മാത്രമല്ല, എന്തുകൊണ്ട് ഒരു വിഭാഗത്തിനെതിരെ മാത്രം ഇത്തരത്തിൽ ബുൾഡോസർ രാജ് നടക്കുന്നു, അല്ലെങ്കിൽ അനധികൃത കയ്യേറ്റം എന്ന പേരിൽ കേസുകളും പൊളിച്ചു മാറ്റാനുമുള്ള ഉത്തരവുകൾ വരുന്നു എന്ന ചോദ്യങ്ങളും പ്രതിപക്ഷത്തെ പാർട്ടികൾ ഉന്നയിക്കുകയുണ്ടായി. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത മാതൃഭൂമിയിലെ തലക്കെട്ടാണ്. ഇനി മാതൃഭൂമിയിലെ കാടൻ നയം എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ഒരു നയത്തെക്കുറിച്ചാണ്. അതായത് സ്വാഭാവിക വനമായിരുന്ന തരിശു വനങ്ങൾ, ഇപ്പോൾ തരിശു വനങ്ങളായി മാറിയ പ്രദേശങ്ങൾ അത് സ്വാഭാവിക വനങ്ങളായി മാറാൻ വിട്ടുകൊടുക്കുകയായിരുന്നു ഇത്രയും കാലം ചെയ്തിരുന്നത്. അതായത് തരിശിട്ട് കിടക്കുന്ന വനഭൂമിയാണെങ്കിലും അത് വനഭൂമി എന്നതിൽ നിന്ന് അതിൻ്റെ തരം മാറ്റുകയോ സ്വഭാവം മാറ്റുകയോ ചെയ്യാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരികയാണ്, മാറ്റം കൊണ്ടുവരികയാണ് കേന്ദ്ര സർക്കാർ. പകരം ആ തരിശു വനങ്ങളിൽ സ്വകാര്യ തോട്ടങ്ങളാകാം എന്നതാണ്. അതായത് എന്ത് വിള വേണമെങ്കിലും വളർത്താം എന്ന ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നു. അതിൻ്റെ തോട്ടത്തിൽ നിന്നുള്ള വരുമാനത്തിൽ സംസ്ഥാന സർക്കാരുകൾക്കും വരുമാനം കണ്ടെത്താം എന്ന ഒരു തീരുമാനമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ആ ഭേദഗതി പക്ഷേ വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. വനഭൂമി ഇല്ലാതാകുമ്പോഴുണ്ടാകുന്ന ഭവിഷ്യത്ത് വളരെ വലുതാണ്. ആ ഒരു ഭവിഷ്യത്ത് നേരിടാൻ നമ്മൾ വരും. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയുടെ പൾപ്പ് കടലാസ് ഇറക്കുമതി കുറയ്ക്കാനാണ് പുതിയ ഭേദഗതി എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. അതായത് ഈ തരിശു നിലത്തിലെല്ലാം ഇത്തരത്തിലുള്ള വിളകൾ
വെച്ച് പിടിപ്പിക്കുക, അതായത് തോട്ട നിർമ്മാണത്തിന് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിന് സഹായകമായ പ്രവൃത്തിയിൽ ഏർപ്പെടാം. സംസ്ഥാനം വനംവകുപ്പിൻ്റെ മേൽനോട്ടത്തിൽ തയ്യാറാക്കുന്ന വർക്കിംഗ് മാനേജ്മെൻറ്റ് പ്ലാൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇത്. ഓരോ സംസ്ഥാനങ്ങളും അവർക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ അവർക്ക് അനുയോജ്യമെന്ന് തോന്നുന്ന വിളകളായിരിക്കണം അവിടെ നടാൻ സാധ്യത. എന്നാൽ ഇത്തരത്തിൽ വനഭൂമി കൈയടക്കാൻ വേണ്ടി നടക്കുന്ന ഒരുപാട് പേരുണ്ട്. ഭൂമി കൈയേറാനും അതുപോലെ തന്നെ തോട്ടം ആക്കാനും നടക്കുന്നവരുണ്ട്. അവരുടെ കൈകളിലേക്ക് ഈ ഭൂമി എത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. വനമില്ലാതാകുമ്പോൾ അതനുസരിച്ച് നമ്മളെല്ലാം സീറോ കാർബണിനെ കുറിച്ച് സംസാരിക്കുന്ന ആളുകളാണ്. വനമില്ലാതാകുമ്പോൾ അവിടെയുള്ള വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് പാരിസ്ഥിതിക ആഘാതങ്ങൾക്കും പരിസ്ഥിതി പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ വഴിവെക്കും. ഇതിനു വേണ്ടി മാത്രം സ്വകാര്യ തോട്ടങ്ങളാക്കാൻ വേണ്ടി മാത്രം നിലവിലെ വനങ്ങളുടെ രൂപം വനങ്ങൾ വെട്ടി വെളുപ്പിക്കുന്നതിലേക്കും കാര്യങ്ങൾ നീങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിലേക്ക് ഒരു നടപടിക്രമങ്ങളിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. സ്വകാര്യ മേഖലയ്ക്ക് തുറന്നു കൊടുക്കുന്ന ഇതൊക്കെയാണ് ഈ പദ്ധതി എന്നത്. നമ്മുടെ വനപരിപാലനം പൂർണ്ണമായും സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുക്കുകയാണ് എന്നാണ് കോൺഗ്രസ് ഇതിനെ വിമർശിച്ചിരിക്കുന്നത്. ജയറാം രമേശ് കുറ്റപ്പെടുത്തിയിരിക്കുന്നതാണ്. ഇത് രാജ്യത്തെ വനപരിപാലനത്തിൻ്റെ കാര്യത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നും നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ഇതിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നു കഴിഞ്ഞു. ഇതിൻ്റെ കരട് ഈ മാസം 2-നാണ് വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത്. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം വനം പരിസ്ഥിതി മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുന്നത്. ഈ വനഭൂമി വൻതോതിൽ സ്വകാര്യ മേഖലയ്ക്ക് തുറന്നു കൊടുക്കാൻ വഴിയൊരുക്കുമെന്ന ആശങ്ക ശക്തമായി നിൽക്കുന്നുണ്ട്. തരിശായി കിടക്കുന്ന വനഭൂമി എന്നതും നിർവചനത്തിൽ വനം തന്നെയാണ്. ആ വനമാണ് ഇപ്പോൾ ഇങ്ങനെ വിട്ടുകൊടുക്കുന്നത്. വനത്തിൻ്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെ തകർക്കും വിധം വാണിജ്യ തോട്ടങ്ങൾക്കായി വിട്ടുകൊടുക്കുന്നത് ജൈവ വൈവിധ്യം തകർക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏകവിള തോട്ടങ്ങൾ ഉൾപ്പെടെ വൻതോതിൽ അനുവദിക്കുന്നത് ഗുരുതരമായ കാലാവസ്ഥാ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചേക്കും എന്നും ഈ വാർത്തയിൽ പറയുന്നു. എത്രത്തോളം ഭൂമി നമുക്കുണ്ട് എന്ന കാര്യത്തിലെല്ലാം ഇത്തരത്തിലുള്ള കണക്കുകൾ ഉണ്ട്. അതെല്ലാം വ്യവസ്ഥ തന്നെ രാജ്യത്ത് വനവിസ്തൃതി കുറയ്ക്കാൻ വഴിയൊരുക്കും എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയുടെ 2024-25 കടലാസ് പേപ്പർ ബോർഡ് ഇറക്കുമതി 20.5 ലക്ഷം ടണ്ണാണ്. 2020-21 അത് 10.8 ലക്ഷം ടണ്ണായിരുന്നതാണ് കുത്തനെ ഉയർന്നതെന്ന്. ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ഇന്ത്യ ഈ ഭേദഗതിക്ക് വരുന്നത്. അതായത് പൾപ്പ് എടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ വന നയത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ പോകുന്നത്. കാടൻ നയം എന്നാണ് അതിനെ മാതൃഭൂമി തലക്കെട്ടിട്ടിരിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, വെടിനിർത്തൽ ദിനത്തിൽ ഇന്ത്യ US-നെ സമീപിച്ചിരുന്നു എന്ന റിപ്പോർട്ടാണ്. അതായത് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് സീസ് ഫയർ സംബന്ധിച്ച് മെയ് 10-ന് 4 തവണ ഇന്ത്യ അമേരിക്കൻ ഉദ്യോഗസ്ഥരുമായി, അതായത് ട്രംപിൻ്റെ അനുയായികളുമായി സംസാരിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഇത് US ഫോറിൻ ഏജൻറ് രജിസ്ട്രേഷൻ നിയമപ്രകാരമുള്ള രേഖകളിലാണ് ഇക്കാര്യമുള്ളത്. ഇന്ത്യ 4 തവണ ബന്ധപ്പെട്ടു. അതിന് ട്രംപിൻ്റെ അടുപ്പക്കാരനായ ലോബിയിങ് ചെയ്യുന്ന ലോബിയിസ്റ്റ് ജെയ്സൺ മില്ലർ വഴിയാണ് ഇന്ത്യ ഇത്തരത്തിലൊരു നീക്കം നടത്തിയതെന്നാണ്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചത് താനാണ് എന്ന് ട്രംപ് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇടെയാണ് നിരന്തരം ട്രംപ് ഇക്കാര്യം അവകാശപ്പെടുന്നുണ്ട്. അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ തെളിവുകൾ. ഇതിന് തൊട്ടു പിന്നാലെ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ ചർച്ചകൾ ആരംഭിച്ചിരുന്നു. അതിനും ഈ ലോബിയിസ്റ്റ് ജെയ്സൺ മില്ലർ തന്നെയാണ് നേതൃത്വം നൽകിയിരുന്നത്. അതുപോലെ ശശി തരൂരിൻ്റെ നേതൃത്വത്തിൽ വിദേശത്തേക്ക് സംഘം പോകുന്നതിന് മുമ്പ് നിരവധി തവണ ഇന്ത്യൻ വൈറ്റ് ഹൗസിലെ ഉദ്യോഗസ്ഥരുമായി ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയം വൈറ്റ് ഹൗസിലെ ഉദ്യോഗസ്ഥരുമായി നിരവധി തവണ ബന്ധപ്പെട്ടിരുന്നു എന്നതിൻ്റെ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതേ സമീപനം തന്നെ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുള്ള പാകിസ്ഥാൻ ഏതാണ്ട് 50-ലേറെ തവണ അമേരിക്കയുമായി നിരന്തരം ബന്ധപ്പെടുകയും വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. ഈ വെടിനിർത്തൽ അവസാനിപ്പിക്കണം, ഈ യുദ്ധം അവസാനിപ്പിക്കണം, യുദ്ധത്തിലേക്ക് നീങ്ങുന്നത് അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് അമേരിക്കയോട് സഹായം അഭ്യർത്ഥിച്ചിരുന്നു എന്ന് പറയുന്ന കാര്യമാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായിരുന്നു. മൂന്നാമതൊരു കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് ഇന്ത്യ ആവർത്തിക്കുമ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നത് താനാണ്
ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചത് എന്നാണ് നിരന്തരം അദ്ദേഹം അവകാശപ്പെട്ടുകൊണ്ടിരുന്നത്. അതിനെ ഏതാണ്ട് സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യ ബന്ധപ്പെട്ടിരുന്നു ഈ പറയുന്ന ആളുകളെയാണ് US വാണിജ്യ പ്രതിനിധി ജെയ്മീസൺ ഗ്രീർ, ദേശീയ സുരക്ഷാ കൗൺസിൽ ഉദ്യോഗസ്ഥനായ റിക്കി ഗിൽ, വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥൻ സ്റ്റീഫൻ ചിയും, ചീഫ് ഓഫ് സ്റ്റാഫ് സുസി വൈൽസ് എന്നിവരെയാണ് ഇന്ത്യ നിരന്തരം ബന്ധപ്പെട്ടിരുന്നത് എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഫോൺ സംഭാഷണങ്ങൾ വെടിനിർത്തലിന് മുൻപോ ശേഷമോ എന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഇന്ത്യ ബന്ധപ്പെട്ടിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഇതുവരെയും ഇന്ത്യ ട്രംപിൻ്റെ അവകാശവാദങ്ങളെ അങ്ങനെ പൂർണ്ണമായും നിഷേധിക്കുന്ന തരത്തിലുള്ള അതിശക്തമായി നിഷേധിക്കുന്ന തരത്തിലുള്ള പ്രതികരണമൊന്നും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. മൂന്നാമതൊരാൾ ഇടപെട്ടിട്ടില്ല എന്ന് പറയുന്നു എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ ട്രംപ് നിരന്തരം നടത്തുന്ന അവകാശവാദങ്ങളെ ശക്തമായ ഭാഷയിൽ അപലപിക്കാനോ അല്ലെങ്കിൽ തള്ളിപ്പറയാനോ ഇന്ത്യ തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപ് നടത്തിയിരുന്ന ചില പരാമർശങ്ങൾ തന്നെ സാറിനെ ഒന്ന് കാണാൻ സാധിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് മോദി വന്നിരുന്നു എന്ന് പറയുന്നത് അടക്കമുള്ള കാര്യങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇതിലൊരു വസ്തുത മണക്കുന്നുണ്ട്. ഏതായാലും ഇന്ത്യ ഇക്കാര്യത്തിലൊരു വിശദീകരണം നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ ദിവസം അമർത്യ സെന്നിന് SIR ഹിയറിംഗ്, നമ്മുടെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നൊബേൽ സമ്മാന ജേതാവായ സാമ്പത്തിക ശാസ്ത്ര അമർത്യ സെന്നിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകി. അദ്ദേഹം അമേരിക്കയിലാണ് താമസം. അദ്ദേഹത്തിൻ്റെ ഇവിടെയുള്ള വീട്ടിൽ ആണ് നോട്ടീസ് നൽകിയത്. 16-ന് ഹാജരാകണം എന്നാവശ്യപ്പെട്ടാണ് 92-കാരനായ അമർത്യ സെന്ന് നിർദ്ദേശം നൽകിക്കൊണ്ട് നോട്ടീസ് നൽകിയത്. അത് ഭയങ്കര വിവാദമായിരിക്കുകയാണ്. അമർത്യ സെന്ന് മാത്രമല്ല, മുഹമ്മദ് ഷമിക്കും ഇതുപോലെ തന്നെ ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇവരൊന്നും ഇന്ത്യൻ പൗരന്മാരല്ല എന്നാണോ, അല്ലെങ്കിൽ ഇന്ത്യയിൽ വോട്ടവകാശമില്ലാത്തവരാണ് എന്ന് പറയുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനിടെ BLO നേരിട്ട് ചെന്ന് ഫോം നൽകി പ്രശ്നം പരിഹരിച്ചു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അവകാശപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അമർത്യ സെന്നും അമ്മയും തമ്മിലുള്ള പ്രായ വ്യത്യാസം 15 വയസ്സിൽ താഴെയാണെന്നാണ് ഫോമിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ ക്ലാരിഫിക്കേഷന് വേണ്ടിയാണ് വിളിച്ചു വരുത്തിയത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. ഏതായാലും അത് വലിയ വിവാദമായി മാറിയിട്ടുണ്ട്. അപമാനിക്കാനാണ്, സെന്നിനെ ബുദ്ധിമുട്ടിക്കാനും അപമാനിക്കാനുമാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായത് എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ശബരിമല സ്വർണ്ണപ്പൂശലുമായി ബന്ധപ്പെട്ട് ഇന്നലെ കൽപേഷിനെ SIT ചോദ്യം ചെയ്തിരുന്നു. കൽപേഷാണ് ഈ സ്വർണം ഇടനിലക്കാരനായി കൊണ്ടുപോയിരുന്നത്. പോറ്റിയിൽ നിന്ന് സ്മാർട്ട് ക്രിയേഷൻസ് എന്നെടുത്തുകൊണ്ട് ഭണ്ഡാരിയുടെ അവിടെ കൊണ്ടുകൊടുത്തത് കൽപേഷായിരുന്നു. കൽപേഷിൻ്റെ ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു. കൽപേഷിനെ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്തതെന്ന് മനസ്സിലായത് അദ്ദേഹത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, മറിച്ച് പങ്കജുമായിട്ടും, അതായത് സ്മാർട്ട് ക്രിയേഷൻസ് MDയുമായും അതുപോലെ CEO-യുമായും അതുപോലെ തന്നെ ഗോവർദ്ധനുമായും പരിചയമുണ്ട്. അവരിലേക്ക് നീളുന്ന വലിയ തെളിവുകൾ, ഈ മൊഴികൾ ഇദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്, കൽപേഷിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നാണ്. കൽപേഷ് രാജസ്ഥാനിയാണ്. ഇദ്ദേഹത്തിനെ മാപ്പ് സാക്ഷിയാക്കാൻ നീക്കം നടക്കുന്നു, അല്ലെങ്കിൽ SIT ഇപ്പോൾ ആലോചിക്കുന്ന കേസിൽ 2ാം പ്രതിയായ കൽപേഷിനെ മാപ്പ് സാക്ഷിയാക്കാനാണ്. ഇന്നലെ ചോദ്യം ചെയ്ത ശേഷം കൽപേഷിനെ വിട്ടയച്ചു. സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും കുരുക്കുന്ന മൊഴി കൽപേഷ് നൽകിയിട്ടുണ്ടെന്നാണ്. അപ്പോൾ അത് മുതലാക്കിക്കൊണ്ട് കേസ് ഒന്നുകൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടി, ചാർജ് ഷീറ്റ് സ്ട്രോങ് ആക്കാൻ വേണ്ടി കൽപേഷിനെ മാപ്പ് സാക്ഷിയാക്കുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ അധികൃതർ ആലോചിക്കുന്നത്. ഇന്നലെ ഏറ്റവും കേരളത്തിൽ നിറഞ്ഞിരുന്ന വലിയൊരു രാഷ്ട്രീയ വാർത്ത എന്ന് പറയുന്നത് AK ബാലൻ നടത്തിയ പ്രസ്താവനയാണ്. AK ബാലൻ നടത്തിയ പ്രസ്താവന എന്ന് പറയുന്നത് UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമിയായിരിക്കും ആഭ്യന്തര മന്ത്രിസഭ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുക, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ മാറാട് പോലുള്ള കലാപങ്ങൾ ഉണ്ടാകും എന്നാണ് അദ്ദേഹം നടത്തിയ വിവാദ പരാമർശം. ഇത് വലിയ വിവാദത്തിന് തന്നെയാണ് സംസ്ഥാനത്ത് തെളിച്ചത്. അതിൽ VD സതീശനടക്കമുള്ളവർ വിമർശനവുമായി രംഗത്തെത്തി. BJPയെ പോലുള്ള അല്ലെങ്കിൽ സംഘപരിവാർ നടത്തുന്ന അതേ ടോണിലുള്ള വർഗീയ പരാമർശമാണ് AK ബാലൻ നടത്തിയത് എന്നാണ്
പ്രതിപക്ഷ നേതാക്കന്മാരെല്ലാവരും തന്നെ ഒരുപോലെ ഒറ്റ സ്വരത്തിൽ വിമർശിച്ചത്. എന്നാൽ ബാലൻ്റെ പ്രസ്താവന വിവാദമായെങ്കിലും ബാലനെ തള്ളിപ്പറയാൻ സി പി എമ്മിനകത്ത് നിന്ന് ആരും വന്നില്ല. എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ മാത്രമേ ബാലനെ തള്ളിപ്പറഞ്ഞുള്ളൂ എന്നത് ശ്രദ്ധേയമാണ്. ബാലനെ നമുക്കറിയാം പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത അനുയായിയാണ്, ഏറ്റവും അടുത്ത ആളാണ്. പിണറായി വിജയന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നടക്കുന്ന ആളാണ് എ കെ ബാലൻ. ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങൾ ഇതാദ്യമായൊന്നല്ല. പിണറായിയെ പ്രീണിപ്പിക്കാൻ വേണ്ടി പിണറായിക്ക് ഒപ്പം നടക്കുന്ന എ വിജയരാഘവനും എ കെ ബാലനെയും പോലുള്ള നേതാക്കൾ നടത്തുന്നത്. പക്ഷേ അത് കേരളത്തിൻ്റെ സെക്യുലർ ഫാബ്രിക്കിൽ എത്രത്തോളം പോറൽ വീഴ്ത്തുന്നുണ്ട് എന്ന് ഇടതുപക്ഷമാണ് ആലോചിക്കേണ്ടത് എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. തെരുവുനായ വിഷയം ഇന്നലെ സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്നു. തെരുവുനായ പ്രശ്നത്തിൽ സുപ്രീം കോടതി ഇന്നലെ പരിഹസിക്കുകയായിരുന്നു. മൃഗസ്നേഹികളെ പരിഹസിക്കുന്ന ഒരു നിലപാടാണ് ഇന്നലെ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. കടിക്കാതിരിക്കാൻ ഇനി നായയ്ക്ക് കൗൺസിലിംഗ് നൽകണോ എന്ന ചോദ്യമാണ് ഇന്നലെ ഈ വിഷയത്തിൽ ഒരു പരിഹാസമായി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. വന്ധ്യംകരണത്തിനായി പിടികൂടുന്ന തെരുവുനായകൾക്ക് കടിക്കാതിരിക്കാൻ കൗൺസിലിംഗ് നൽകുക മാത്രമാണ് ഇനി ബാക്കിയുള്ളത് എന്നാണ് സുപ്രീം കോടതിയുടെ പരിഹാസം. തെരുവുനായ പ്രശ്നം സംബന്ധിച്ച് സ്വമേധയാ എടുത്ത കേസിൽ പരിഗണിക്കവെയാണ് സുപ്രീം കോടതിയുടെ ഈ പരിഹാസം ഉണ്ടായത്. നായകളുടെ കടി കൊണ്ട് മാത്രമല്ല, തെരുവിൽ അലഞ്ഞുതിരിയുന്ന മൃഗങ്ങൾ കാരണമുണ്ടാകുന്ന റോഡ് അപകടങ്ങളിലും ആളുകൾ മരിക്കുന്നുണ്ടെന്ന് ജസ്റ്റിസുമാരായ വിക്രംനാഥും സന്ദീപ് മേത്തയും NV അഞ്ചാരിയ എന്നിവരുൾപ്പെട്ട ബെഞ്ച് പറഞ്ഞു. ABC ചട്ടങ്ങൾ നടപ്പിലാക്കുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങൾ വീഴ്ച വരുത്തുന്നുവെന്നും കോടതി വിമർശിക്കുകയുണ്ടായി. ഇതാണ് കോടതിയിൽ നിന്നുണ്ടായ അതുമായി ബന്ധപ്പെട്ടുണ്ടായ വാർത്ത. ഇനി അമേരിക്കയുടെ ഭാഗത്തുനിന്നുള്ള അടുത്ത ഒരു നീക്കത്തെക്കുറിച്ചാണ്, അടുത്ത ഒരു പ്രകോപനത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അമേരിക്ക വെനിസ്വേലയിൽ കഴിഞ്ഞ ദിവസം നടത്തിയത് നമ്മൾ കണ്ടു. വെനിസ്വേലയിൽ ഒരു മിന്നൽ ഓപ്പറേഷൻ നടത്തിക്കൊണ്ട് അവിടുത്തെ പ്രസിഡന്റിനെയും പ്രസിഡന്റിൻ്റെ ഭാര്യയെയും നിക്കോളാസ് മദുറോയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ സിലിയ ഫ്ലോറസിനെയും തട്ടിക്കൊണ്ടുപോവുകയുണ്ടായി. കിഡ്നാപ്പ് ചെയ്തു എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ കിഡ്നാപ്പ് ചെയ്തതിന് ശേഷം ഇപ്പോൾ വെനിസ്വേല തങ്ങളുടെ കൈവശമാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. വെനിസ്വേലയെ ഞങ്ങൾ ഭരിക്കുമെന്നാണ് ട്രംപ് വീമ്പളം പറയുന്നത്. ഏതായാലും അത് വെനിസ്വേലയ്ക്ക് ശേഷം ഇപ്പോൾ അടുത്തത് ആര് എന്ന ചോദ്യമുണ്ടായിരുന്നു. കൊളംബിയ, ക്യൂബ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളുടെ പേരുകളാണ് ഉയർന്നു കേട്ടിരുന്നത്. എന്നാൽ അത് ഗ്രീൻലാൻഡിന് മേലാണ് ട്രംപിൻ്റെ കണ്ണ് ഇപ്പോൾ പതിച്ചിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ദ്വീപാണ് ഗ്രീൻലാൻഡ്. ഡെൻമാർക്കിൻ്റെ അധീനതയിലുള്ള സ്വയംഭരണാധികാരമുള്ള ദ്വീപാണ്. ഇതിനെ പിടിച്ചടക്കാനാണ് ഇപ്പോൾ ട്രംപ് ആലോചിക്കുന്നത്. അത് ദേശീയ സുരക്ഷയ്ക്ക് ഗ്രീൻലാൻഡ് അമേരിക്ക ഒപ്പം നിൽക്കേണ്ടതുണ്ട് എന്നാണ് ട്രംപ് പറയുന്നത്. ട്രംപ് കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് അതിൻ്റെ എയർഫോഴ്സ് വണ്ണിൽ നിന്ന് സംസാരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. അത് മാത്രവുമല്ല, വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ പറയുന്നത് അതെങ്ങനെ പിടിച്ചെടുക്കണം, സൈന്യത്തെ ഉപയോഗിക്കണം എന്ന കാര്യമെല്ലാം അതൊരു ഓപ്ഷനായി തന്നെ പ്രസിഡന്റ് വെച്ചിട്ടുണ്ട് എന്നാണ് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ തന്നെ അറിയിക്കുന്നത്. അതായത് ഗ്രീൻലാൻഡ് ഏതുവിധേനയും പിടിച്ചടക്കി ഈ അമേരിക്കയുടെ കീഴിലാക്കാനാണ് ഈ ട്രംപ് ശ്രമിക്കുന്നത് എന്നാണ്. ഇത് യൂറോപ്പും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ തന്നെ വ്യാപാര താരിഫിൻ്റെ പേരിൽ നികുതി ചുമത്തുന്നതിൻ്റെ പേരിൽ ഉള്ള പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഗ്രീൻലാൻഡിൻ്റെ മേൽ അമേരിക്കയുടെ കണ്ണ് പതിയുന്നത്. ഇത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾക്ക് വഴിവെക്കും എന്നത് സംശയമില്ല. ഇതിനോടകം തന്നെ ഡെൻമാർക്ക് ഇക്കാര്യത്തിൽ ഇടപെടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അമേരിക്കയുമായി ചർച്ചയ്ക്ക് ഡെൻമാർക്ക് തയ്യാറെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2.2 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് ആ ദ്വീപിൻ്റെ വലിപ്പം എന്ന് പറയുന്നത്. ആ ദ്വീപ് ലഭിച്ചു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് തന്ത്രപ്രധാനമാണ്. റഷ്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയിൽ നിന്ന് ചെറുക്കാനാകും, അമേരിക്ക സംരക്ഷിക്കാനാകുമെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. എന്തായാലും ഗ്രീൻലാൻഡിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് US-നും യൂറോപ്പിനും റഷ്യ എന്നിവയ്ക്ക് ഇടയിലാണ് ഗ്രീൻലാൻഡ് വരുന്നത് എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ജോഗ്രഫിക്കലി അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. US-ൽ നിന്ന് 5000 കിലോമീറ്റർ അകലെ വടക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്
ഗ്രീൻലാൻഡ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്ന് റഷ്യയിലേക്കും ഏതാണ്ട് അത് ഇത്ര ദൂരം തന്നെയാണ് ഉള്ളത്. റഷ്യയിൽ നിന്ന് ആക്രമണം ഉണ്ടായാൽ യുഎസിനെ തിരിച്ചടിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം എന്ന രീതിയിലാണ് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാൻ അമേരിക്ക ഇപ്പോൾ ശ്രമിക്കാൻ കാരണം. അതായത് റഷ്യയെ ആക്രമിക്കേണ്ടി വരികയാണെങ്കിൽ 10,000 കിലോമീറ്റർ സഞ്ചരിക്കുന്നതിന് പകരം ഗ്രീൻലാൻഡ് കയ്യിലുണ്ടെങ്കിൽ അവിടെ നിന്ന് 5,000 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മതി എന്നതാണ് അമേരിക്ക കാണുന്ന മെച്ചം. ഇതിനുവേണ്ടി ലോകം മുഴുവൻ പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ. കഴിഞ്ഞ ദിവസത്തിലെ പുറത്തു വരുന്ന വാർത്തകളനുസരിച്ച് ഇറാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് UK അമേരിക്ക കൂടുതൽ പട്ടാളക്കാരെ UK സൈനിക ക്യാമ്പുകളിലേക്ക് അമേരിക്കൻ പട്ടാളക്കാർ കൂടുതലായി വന്നു ചേരുന്നു എന്നതാണ്. അത് എന്താണ് അമേരിക്ക ട്രംപ് ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് അത് അറിയില്ല. എന്തായാലും ഒരു യുദ്ധഭീതി മിഡിൽ ഈസ്റ്റിലും ഉണ്ട് എന്ന കാര്യത്തിൽ സംശയം ഇല്ല. ഇറാനെതിരെയാണ് അമേരിക്കയുടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അമേരിക്കയും ഇറാനും തമ്മിൽ പരസ്പരം കൊമ്പുകോർക്കുന്ന ഇറാനിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾ അടിച്ചമർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തങ്ങൾ ഇടപെടുമെന്നാണ് അമേരിക്ക ട്രംപ് ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചത്. അതിൻ്റെ ഒരു അനുരണനം എന്ന രീതിയിലായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിൽ സൈന്യത്തെ ഇറക്കാൻ അമേരിക്ക കൂടുതൽ സൈന്യത്തെ ബ്രിട്ടീഷ് ക്യാമ്പുകളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. നമുക്ക് ഉൾപേജുകളിലേക്ക് പോവുകയാണ് എങ്കിൽ ജുമൈറ ബീച്ച് വിപുലീകരണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് മാധ്യമം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് സ്ഥലം സന്ദർശിച്ച് ഷെയ്ഖ് ഹംദാൻ വിലയിരുത്തി. ഇതിൻ്റെ 95% പ്രവർത്തനവും പൂർത്തിയായി എന്നാണ് അദ്ദേഹം വിലയിരുത്തൽ ഉണ്ടായത്. ജുമൈറ ബീച്ച് കേന്ദ്രീകരിച്ചുള്ള ടൂറിസത്തെ വികസിപ്പിക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. എന്തായാലും മാതൃഭൂമിയിൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നത് ജൈവവൈവിധ്യ സംരക്ഷണം നിയമം ശക്തമാക്കി എന്ന വാർത്ത തന്നെയാണ്. വെറ്റിനറി കാർഷിക ക്വാറന്റൈൻ നിയമങ്ങൾ പരിഷ്കരിച്ചുകൊണ്ട് രാജ്യത്ത് നിയമം പരിഷ്കരിച്ചു. അത് സംബന്ധിച്ചുള്ള വാർത്ത നൽകിയിരിക്കുന്നു. മദീനയിൽ വാഹനാപകടമുണ്ടായതിൽ ഒരു കുട്ടി കൂടി മരിച്ചു എന്ന വാർത്ത ഈ മാതൃഭൂമി നൽകിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉൾപേജുകളിലേക്ക് കടക്കുമ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ അതുമായി ഒരുക്കങ്ങളെക്കുറിച്ചുള്ള വാർത്തകളൊക്കെയാണ് ഉള്ളത്. ശബരിമല മകരവിളക്കിൻ്റെ വെർച്വൽ ക്യൂ ബുക്കിംഗ് 35,000 പേർക്കാണ് എന്ന വാർത്ത മാതൃഭൂമി നൽകിയിരിക്കുന്നു. 102 MPമാരുടെ ആസ്തി 10 വർഷത്തിൽ ഇരട്ടിയായി എന്ന വാർത്ത മാതൃഭൂമി നൽകിയിട്ടുണ്ട്. പാർട്ടി അടിസ്ഥാനത്തിൽ ശരാശരി വർധന നോക്കുമ്പോൾ BJPയുടെ 65 MPമാരാണ്, അതായത് 108% പേരാണ് ഇരട്ടി ആസ്തികൾ ഉണ്ടാക്കിയത്. കോൺഗ്രസിൻ്റെ 8 പേർ, അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ 11 MPമാരും ഇരട്ടി ആസ്തിയിലേക്ക് 10 വർഷം കൊണ്ട് എത്തിയ MPമാരുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു എന്ന വാർത്ത മാതൃഭൂമിയുടെ ഉൾപേജിൽ ഉണ്ട്. മാധ്യമത്തിൻ്റെ ഉൾപേജിലെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് കൊച്ചി സ്മാർട്ട് സിറ്റിയുടെ കരാർ ലംഘനം സംബന്ധിച്ച് സർക്കാർ നിയമ നടപടിക്ക് തയ്യാറെടുക്കുന്നു എന്നതാണ്. അതായത് ഗുരുതര കരാർ ലംഘനം നടന്നുവെന്ന് കാണിച്ച് കമ്പനികൾക്ക് നോട്ടീസ് നൽകി തുടങ്ങി എന്ന വാർത്ത മാതൃഭൂമി നൽകിയിരിക്കുന്നു. അതുപോലെ ഇബ്രാഹിം കുഞ്ഞിൻ മുൻ മന്ത്രി ഇബ്രാഹിം കുഞ്ഞിൻ്റെ നാട് വിട നൽകിയ വാർത്തയുണ്ട്. തൃത്താലയിൽ ബൽറാമും രാജേഷും തമ്മിൽ തന്നെയായിരിക്കും ഇത്തവണയും പോരാട്ടമെന്നും പാലക്കാട് മണ്ഡലത്തിൽ തങ്കപ്പൻ സ്ഥാനാർത്ഥിയാകണമെന്ന ആവശ്യം ഉന്നയിച്ചു എന്ന വാർത്തകളെല്ലാം തന്നെ മാധ്യമം ഉൾപേജിൽ നൽകിയിരിക്കുന്നു. നമുക്കിനി എഡിറ്റോറിയൽ പേജിലേക്ക് കടക്കുകയാണെങ്കിൽ മാതൃഭൂമിയുടെയും മാധ്യമത്തിൻ്റെയും സിറാജിൻ്റെയും എഡിറ്റോറിയൽ 3 വിഷയങ്ങളിലാണ്. 2 അന്താരാഷ്ട്ര വാർത്തയെ സംബന്ധിച്ചാണ്. അതിൽ ഒന്നിൽ ഇന്ത്യക്കും പങ്കുണ്ട്. ഒന്നിൽ ആണെങ്കിൽ സിറാജ് ആണെങ്കിൽ തൃശ്ശൂരിലെ സ്കൂട്ടറുകൾ കത്തിനശിച്ച ഇരുചക്ര വാഹനങ്ങൾ കത്തിനശിച്ച സംഭവത്തിൽ നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള എഡിറ്റോറിയലാണ് നൽകിയിരിക്കുന്നത്. പലയിടങ്ങളിലും റെയിൽവേ ഇത്തരത്തിൽ സ്ഥലം നൽകിയിരിക്കുന്നത് വാഹനം സൂക്ഷിക്കാൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ കരാർ നൽകിയിരിക്കുന്നതെല്ലാം സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയുള്ള സ്ഥലങ്ങളാണ് നൽകിയിരിക്കുന്നതെന്ന ഇതാണ് അവർ എടുത്തു കാണിക്കുന്നു. 2 മുതൽ 3 മുതൽ 5 വർഷത്തേക്കാണ് കരാർ മിനിമം നൽകേണ്ടത്. എന്നാൽ പലപ്പോഴും അത് ചില മാസങ്ങൾക്ക് അതിൽ താഴെയുള്ള കാലാവധിക്ക് മാത്രമാണ് കരാർ നൽകുന്നത്. അതിനുശേഷം ഇങ്ങനെ ഇത്ര ദിവസത്തേക്ക് 6 മാസത്തേക്ക് ഇങ്ങനെ ദിവസങ്ങൾക്ക് കൂട്ടി നൽകുന്ന ഒരു
15 ദിവസം, 30 ദിവസം, 60 ദിവസം എന്നിങ്ങനെ കരാർ കൂട്ടി നൽകുന്ന പ്രവണതയാണ് റെയിൽവേ കാണിക്കുന്നത്. തൃശ്ശൂരിലെ സംഭവത്തിലേക്ക് വരികയാണെങ്കിൽ ആ സ്ഥലത്ത് ഒരു തരത്തിലും ഇത്തരത്തിൽ ഒരു പാർക്കിംഗ് ഏരിയ അനുവദിക്കാനാകില്ലായിരുന്നു. ഹൈ വോൾട്ടേജ് ലൈൻ കടന്നു പോകുന്ന സ്ഥലത്താണ് അത്തരത്തിലൊരു പാർക്കിംഗ് അനുവദിച്ചിരുന്നത്. അതിൽ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യവും എഡിറ്റോറിയൽ ചൂണ്ടിക്കാട്ടുന്നു. അവിടുത്തെ 300ഓളം വാഹനങ്ങളാണ് കത്തി നശിച്ചത്. അവർക്കാർക്കും നഷ്ടപരിഹാരം നൽകാൻ ഇതുവരെ റെയിൽവേയോ അല്ലെങ്കിൽ ആരും തയ്യാറായില്ല. റെയിൽവേ ചോദിക്കുമ്പോൾ റെയിൽവേ കൈമലർത്തി കാണിക്കുന്നു. പാർക്കിംഗ് ഏറ്റെടുത്ത കരാറുകാരും അത് കൈമലർത്തി കാണിക്കുകയാണ്. ആര് ഇവർക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന ചോദ്യം ബാക്കിയാവുന്നു. ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നാണെങ്കിൽ തുച്ഛമായ തുകയെ കിട്ടുക. അതുകൊണ്ടൊരു പുതിയ വാഹനം വാങ്ങുക എന്നത് സാധ്യമല്ല, പലർക്കും സാധ്യമാവില്ല. അത് കൊണ്ട് തന്നെ ഇതിൽ ഒരു ഉത്തരവാദിത്തം എന്ന സാധനം ഇല്ല എന്ന കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. മാധ്യമത്തിൻ്റെ എഡിറ്റോറിയലിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ വെനിസ്വേലയിലെ എണ്ണയിലാണ് അമേരിക്കയുടെ കണ്ണ് എന്നാണ്. അമേരിക്ക വെനിസ്വേലയെ ആക്രമിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നത് അവിടെ മയക്കുമരുന്ന് കടത്തിൻ്റെ വേദിയാകുന്നു, അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് കടത്തുന്നത് വെനിസ്വേലയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് നിക്കോളാസ് മഡൂറോയെയും ഭാര്യയെയും തട്ടിക്കൊണ്ടുപോവുകയും അവിടെ അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം ട്രംപിൻ്റെ ഇങ്ങോട്ടുള്ള എല്ലാ പ്രസ്താവനകളും നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ കണ്ണ് എവിടെയായിരുന്നുവെന്ന് ലോകം നേരത്തെ തന്നെ പ്രവചിച്ചിരുന്ന പോലെ തന്നെ എവിടെയാണ് അല്ലെങ്കിൽ അമേരിക്ക കണ്ണുവയ്ക്കുന്നത് എന്ന കാര്യം വ്യക്തമാണ്. ട്രംപിൻ്റെ ഓരോ പ്രസ്താവനകളും വ്യക്തമായി പറയുന്നുണ്ട്. വെനിസ്വേലയിലെ എണ്ണ ശേഖരത്തിൽ തന്നെയാണ് അമേരിക്ക കണ്ണുവയ്ക്കുന്നത്. അവിടെ 50 ലക്ഷം ബാരൽ എണ്ണയും ക്രൂഡ് ഓയിലും ഉണ്ട്. ആ ക്രൂഡ് ഓയിലിൽ തന്നെയാണ് അമേരിക്ക കണ്ണുവയ്ക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് വെനിസ്വേല. വെനിസ്വേലയിലെ എണ്ണ സ്വന്തമാക്കുക, തട്ടിയെടുക്കുക എന്ന ഏക ലക്ഷ്യം തന്നെയാണ് അമേരിക്ക വയ്ക്കുന്നത്. വെനിസ്വേല കഴിഞ്ഞാൽ സൗദി അറേബ്യയാണ് ഏറ്റവും കൂടുതൽ എണ്ണ ശേഖരമുള്ളത്. അത് കഴിഞ്ഞാൽ ഇറാനാണ്. ഇപ്പോൾ അതിൽ സൗദിയെ ഒഴികെ ഇറാനിലേക്കും അമേരിക്ക കണ്ണുവച്ചിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് നേരത്തെ തന്നെ അറിയാം. അമേരിക്ക വെനിസ്വേല കഴിഞ്ഞാൽ ലക്ഷ്യം വയ്ക്കുന്നതും ഇറാനെയാണ്. ലോകത്തുള്ള എണ്ണയ്ക്ക് വേണ്ടിയുള്ള യുദ്ധമാണ് എല്ലാ കാലത്തും ഉണ്ടാകുന്നത്. ആ എണ്ണയ്ക്ക് വേണ്ടിയുള്ള യുദ്ധമാണ് ഇവിടെയും നടക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വ്യക്തമായ സാക്ഷ്യമാണ് വെനിസ്വേലയിൽ ഇപ്പോൾ നടത്തിയ ഭരണ അട്ടിമറി. പറയുന്ന ആളുകൾ ഭരിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ ഭരിക്കും എന്ന അമേരിക്ക മറ്റൊരു രാജ്യത്തിന് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള, അവിടുത്തെ ജനാധിപത്യ രീതിയിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടായിട്ടുണ്ടാവാം, അവിടുത്തെ ഭരണാധികാരിയും ആ രാജ്യത്തെ ജനങ്ങളും തമ്മിൽ പ്രശ്നമുണ്ടാകാം. അതൊരു മൂന്നാമതൊരു രാജ്യമല്ല രണ്ടാമതൊരു രാജ്യമല്ല പുറമേ നിന്ന് ഇടപെട്ടുകൊണ്ട് പരിഹരിക്കേണ്ടത്. അതിനെ യുദ്ധം എന്ന് മാത്രമേ വിളിക്കാൻ ആകുള്ളൂ മറ്റൊരു രാജ്യത്തിന് മേൽ കടന്നു കയറുന്നതിന്. ഏതായാലും എണ്ണയെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് വെനിസ്വേലയിൽ, അല്ലാതെ മയക്കുമരുന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടൊന്നുമല്ല. മയക്കുമരുന്നിനെ നേരിടാൻ എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന് മുമ്പിൽ ഒരു നല്ല പുള്ളി ചുമയുക എന്ന് മാത്രമാണ് ട്രംപ് കാട്ടിക്കൂട്ടിയത്. ഇനി മാതൃഭൂമിയുടെ എഡിറ്റോറിയലിൽ വരികയാണെങ്കിൽ ട്രംപിൻ്റെ വിടുവായത്തം നമ്മുടെ മൗനതന്ത്രം എന്നതാണ്. അതായത് ട്രംപ് കുറച്ച് കാലമായി ഇന്ത്യയാണ് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചത്, പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിച്ച് താനാണ് എന്ന് അവകാശപ്പെടുമ്പോഴും ഇന്ത്യ അതിനെ ശക്തമായി എതിർത്തിരുന്നില്ല, അല്ലെങ്കിൽ ശക്തമായ ഭാഷയിൽ അതിന് മറുപടി നൽകിയിരുന്നില്ല എന്ന കാര്യം നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നല്ലോ. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ എഡിറ്റോറിയൽ മാതൃഭൂമി എഴുതിയിരിക്കുന്നത്. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം നിരന്തരം ഇന്ത്യ ബന്ധപ്പെട്ടിരുന്നു എന്ന കാര്യവും സാർ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് സാർ എനിക്കൊന്ന് കാണാൻ സാധിക്കുമോ എന്ന് ട്രംപിനോട് മോദി ചോദിച്ചിരുന്നുവെന്നും ഞാൻ അസന്തുഷ്ടനാണ് എന്ന് മോദിക്കറിയാം, അത് എന്നെ സന്തുഷ്ടനാക്കേണ്ടത് അനിവാര്യമാണ് എന്ന് മോദിക്കറിയാമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. അതിനുവേണ്ടി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ കുറച്ചു എന്ന വാർത്തയും അദ്ദേഹം ഈ വാർത്തയിൽ പറയുന്നു, ഈ എഡിറ്റോറിയൽ പറയുന്നുണ്ട്. അതെല്ലാം എടുത്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നടത്തിയ പരാമർശങ്ങളെല്ലാം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇതിൽ പറയുന്നത്. ഒപ്പം തന്നെ റിപ്പബ്ലിക്കൻ സെനറ്റർ ലിൻസെ ഗ്രഹാം, US സ്ഥാനപതി വിനയ് ഖോത്രയുമായി നടത്തിയ സംഭാഷണങ്ങളുടെ വിശദാംശങ്ങളും പുറത്തു പറയുന്നുണ്ട്. അതായത് അമേരിക്കയ്ക്ക് അതായത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ കുറച്ചതിനെ പറ്റി മാത്രമാണ് വാങ്ങുന്നതിന് കുറച്ചതിനെ പറ്റി മാത്രം സ്ഥാനപതിക്ക് സംസാരിക്കാനുണ്ടായിരുന്നെന്നും ഇത് പ്രസിഡന്റിനെ അറിയിക്കണമെന്നുമാണ് അദ്ദേഹം നിരന്തരം ആവശ്യപ്പെട്ടിരുന്നതെന്നാണ്. അതായത്
അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ കുറച്ചത്. ആ സാധനം പ്രസിഡന്റിനെ അറിയിക്കാൻ വേണ്ടി അദ്ദേഹം നിരന്തരം തന്നോട് ആവശ്യപ്പെട്ടിരുന്നു, തൻ്റെ സഹായം തേടിയിരുന്നു എന്നാണ് റിപ്പബ്ലിക്കൻ സെനറ്റർ പറഞ്ഞത്. ഈ വാർത്തകളെല്ലാം തന്നെ പുറത്തു വന്നത് അവരുടെ സംഭാഷണം തന്നെയാണ്, സംഭാഷണത്തിൻ്റെ വീഡിയോ തന്നെയാണ് അമേരിക്ക പുറത്തുവിട്ടത്. ഇതിൽ കൃത്യമായി പറയുന്നുണ്ട്, ഈ സാർ എന്ന അഭിസംബോധനയാണ് അദ്ദേഹം എന്നെ ചെയ്തത് എന്ന്, മോദി ചെയ്തത് എന്നും പറയുന്നു. അത്തരത്തിൽ ഇന്ത്യ വളരെയധികം താഴ്ന്നു പോയിരിക്കുന്നു എന്നത് നിലപാടുകളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുൻപ് കരാറാക്കിയ അപ്പാച്ചെ ഹെലികോപ്റ്റർ ലഭിക്കുന്നതിനായി നരേന്ദ്രമോദി നേരിട്ട് വന്ന് കണ്ടു എന്നാണ്, അവിടെയാണ് സാർ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്നെ കാണാൻ വന്നു എന്ന് ട്രംപ് പറഞ്ഞത്. ഇതിലൊരു ഒട്ടും സുജനമര്യാദയോ ഔചിത്യബോധമോ ഇല്ലാത്ത ഒരാളാണ് ട്രംപ് എന്ന് നമുക്കറിയാം. പക്ഷേ അദ്ദേഹം നടത്തുന്ന എല്ലാ പ്രസ്താവനകൾക്കും നമ്മൾ പ്രതികരിക്കണമെന്നില്ല. പക്ഷേ രാജ്യത്തിൻ്റെ അഖണ്ഡതയെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ പ്രതികരിക്കുക എന്നുള്ളത് മറ്റൊരു രാജ്യം ചെയ്യേണ്ട കാര്യമാണ്. അത് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല, മൗനമാണ് ഉണ്ടാകുന്നത്. വെനിസ്വേലയുടെ സംഭവത്തിൽ പോലും ശക്തമായി അപലപിക്കാൻ ഇന്ത്യ തയ്യാറായിട്ടില്ല. ഇന്ന് വെനിസ്വേലയുണ്ടായത് നാളെ ഇന്ത്യയിൽ ഉണ്ടാവില്ല എന്ന് നമുക്ക് ഒരു തരത്തിലുള്ള ഉറപ്പും ഇല്ല. ഇത്തരത്തിൽ വ്യാപാര തന്ത്രങ്ങളിലൂടെ അല്ലെങ്കിൽ താരിഫുകളിലൂടെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് പലതും നേടിയെടുക്കുന്ന ഒരു രാജ്യം നാളെ ഇന്ത്യയുടെ ഭരണത്തിൽ പോലും ഇടപെടില്ലെന്ന് ആര് കണ്ടു? ഏതായാലും ഇതാണ് എഡിറ്റോറിയൽ പേജുകളിൽ നിന്നുള്ള വാർത്തകൾ. നമുക്ക് സ്പോർട്സ് പേജിലേക്ക് പോവുകയാണ് എങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, മലയാളി അത്ലറ്റ് ജിൻസൺ ജോൺസൺ വിരമിച്ചു എന്നതാണ്. 1500 മീറ്റർ ദേശീയ റെക്കോർഡിന് ഉടമയാണ് ജിൻസൺ. 800 മീറ്ററിലും ദേശീയ റെക്കോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ഏഷ്യൻ ഗെയിംസിൽ സ്വർണവും വെള്ളിയും നേടിയിട്ടുള്ള ജിൻസൺ 2007 കൊൽക്കത്തയിൽ നടന്ന ദേശീയ സ്കൂൾ കായികമേളയിൽ മെഡൽ നേടിയാണ് കേരളത്തിൻ്റെ അഭിമാന താരമായുള്ള ഓട്ടം ആരംഭിച്ചത്. അവസാന മെഡൽ നേട്ടം 2023 ഹാങ്ഷോ ഏഷ്യൻ ഗെയിംസിൽ ഒക്ടോബറിൽ മെഡൽ നേടിയാണ് കരിയർ അവസാനിക്കുന്നത്. ഇപ്പോൾ 2018 അർജുന അവാർഡ് നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. അദ്ദേഹം സ്പൈക്ക് അവസാനിപ്പിക്കുമ്പോൾ കേരളത്തിന് അല്ലെങ്കിൽ ഇന്ത്യക്ക് ശ്രദ്ധേയമായ നേട്ടങ്ങളെല്ലാം നൽകിക്കൊണ്ട് ആണ് അദ്ദേഹത്തിൻ്റെ കരിയർ അവസാനിപ്പിക്കുന്നത്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ആഷസിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരെ ഓസ്ട്രേലിയ വിജയത്തിന് അരികിലെത്തിയിരുന്നു ഇന്നത് വിജയിച്ചിരിക്കുന്നു. 5 വിക്കറ്റ് വിജയമാണ് നേടിയിരിക്കുന്നത്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ആവേശം അവസാനം എന്ന് പറയുന്ന രീതിയിൽ ആണ് മാതൃഭൂമി അതിന് തലക്കെട്ട് എഴുതിയത്. ഇന്നലത്തെ 4-ാം ദിനത്തെ വാർത്ത വെച്ചിട്ടാണ് ഇന്നത്തെ പത്രം ഇറങ്ങിയിരിക്കുന്നത്. ജേക്കബ് ബേത്തൽ ഇംഗ്ലണ്ടിന് വേണ്ടി സെഞ്ചുറി നേടി, അരങ്ങേറ്റത്തിൽ തന്നെ സെഞ്ചുറി നേടുന്ന താരമായി അദ്ദേഹം അങ്ങനെയൊരു റെക്കോർഡും സ്വന്തമാക്കി. ബേത്തൽ മാത്രമാണ് ഇംഗ്ലണ്ട് നിരയിൽ ഒന്ന് പിടിച്ചു നിന്നത്. അദ്ദേഹം 154 റൺസ് എടുത്താണ് പുറത്തായത്. അതിനുശേഷം 2ാം ഇന്നിങ്സിൽ വളരെ ചെറിയ വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇംഗ്ലണ്ടിനെതിരെ 5 വിക്കറ്റ് നഷ്ടത്തിലാണ് ഓസ്ട്രേലിയ ജയിച്ചത്. ഒപ്പം തന്നെ റഷ്യൻ കൊടിയുള്ള യുദ്ധക്കപ്പൽ നേരത്തെ പിടിച്ച വാർത്ത അവസാന പേജിലാണ് മാതൃഭൂമി നൽകിയിട്ടുള്ളത്. ഇതാണ് ഇന്നത്തെ പത്രങ്ങളിലൂടെ ഉള്ള സഞ്ചാരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. ദ പ്രസ് ഇവിടെ സമാപിക്കുകയാണ്. നന്ദി, നമസ്കാരം.